ഹലോ ഫ്രണ്ട്സ്, എന്താണ് ഇപ്പം ഞാൻ ഈത്തപ്പഴം കാണിച്ചതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ സ്റ്റേക്കേഷന് പോയ വീഡിയോ ആണ് ഇടൂ ഇത്. നിങ്ങളത് മറന്നു പോയാ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞു മുറ്റം കാണാനുണ്ട്. അവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലവും അതുപോലെ ഊഞ്ഞാലും കളിച്ചാനുള്ള സാധനമൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ വലിയൊരു സോഫ കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഇരിക്കാൻ വേണ്ടി പറ്റും. കുറേ സമയം അവിടെ ഇരിക്കാനും കളിച്ചാനൊക്കെ പറ്റും. പിന്നെ ഈ സൈഡിൽ ഒരു കുഞ്ഞ് കിച്ചണ് പോലെ കാണുന്നുണ്ട്. അവിടെ ഞങ്ങൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് ആദ്യം വന്ന ആൾക്കാർ ഫുള്ള് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഉപ്പ് മുട്ട കൽപ്പൂടം വരെ എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മേശയുണ്ട്. ഈ മേശക്കൂടി പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നടുവിൽ സാധനം കണ്ട് അതിങ്ങനെ കടങ്ങും കേട്ടോ. പിന്നെ എന്താണെന്ന് നോക്കി ഇവിടെ നല്ല അടിപൊളി ഒരു സാധനം ഉണ്ട് കേട്ടോ. ആ സാധനമൊക്കെ നല്ല ഇഷ്ടമായി അവിടെ പോയപ്പോൾ. എന്താണിത്? സ്വിമ്മിംഗ് പൂളാണിത്. ഒരു കുഞ്ഞ സ്വിമ്മിംഗ് പൂളും ഉണ്ട്, പിന്നെ ഒരു വലിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊത്തുക്കുള്ള ഒരു ഡോർ ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ വെറുതെ പോയിട്ട് അതൊന്ന് തുറന്നു നോക്കി, എന്താണ് അവിടെ നിന്ന് നോക്കാമല്ലോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ പൊത്തിങ്ങനെ ചെടിയോട് മുറ്റം കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വക്കോത്തേക്കും മുമ്പാത്തേക്കും ഒക്കെ പോകാനുള്ള ഒരു വഴിയും കാണാനുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 റൂമാണ് ഇവിടെ ഉള്ളത്. താഴത്ത് 2 റൂമുണ്ട്, മേലെ 2 റൂമുണ്ട്. താഴത്ത് 2 റൂം നിങ്ങൾക്ക് കാഴ്ച തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഉടുപ്പലിയായിട്ട് നല്ല ചിത്രമൊക്കെ വച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂമിൽ 3 സിംഗിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കട്ടിലുകൾ കാണുന്നുണ്ട്. പിന്നെ എന്താണെന്ന് അറിയോ, അവിടെ ഒരു വെള്ളക്കുപ്പി അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ആരാണ് അവയ്ക്കത് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ബാത്റൂം കാണാനുണ്ട്. ഞാൻ വെറുതെ പോയിട്ട് ബാത്റൂമൊക്കെ തുറന്നു നോക്കി, എല്ലാം ഒന്ന് കാണാനല്ലോ അത് വിചാരിച്ച് തുറന്നു നോക്കിയതാണ്. നല്ല റെഡ് കളറും വൈറ്റ് കളറൊക്കെ ഉള്ള ബാത്റൂം. എന്തായാലും ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാനൊക്കെ. കുഞ്ഞ ബാത്റൂം ആണെങ്കിലും നല്ല വിത്തിയൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴത്തെ ഒരു റൂമുണ്ട് പറഞ്ഞില്ലേ, ആ റൂമാണ് ഇട്ടത്. ഇത് വലിയൊരു റൂമാണ്. ഇവിടെ ഞാൻ എൻ്റെ അമ്മച്ചിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല രസത്തിലുള്ള കറ്റലും സാധനങ്ങളൊക്കെയാണ് കാണാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ 2 അപ്പുറത്തോലൊക്കെ 2 ലൈറ്റൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബാത്റൂം ഈ റൂമിലുമ്പോൾ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ആ ബാത്റൂമിനാണ് എന്നിട്ട് ഒന്ന് നോക്കി. അതും നല്ല വിത്തിയിലുള്ള നല്ല ശുഭ ബാത്റൂമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മേലെ 2 റൂമുണ്ട്. അത് ഞങ്ങൾ വീഡിയോ എത്തില്ല. പിന്നെ ഞാനിങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ആ ഒരു ഊഞ്ഞാലിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളിച്ചാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഊഞ്ഞാലിലൊക്കെ കളിച്ചിരുന്നത്. പിന്നെ അവിടെ എല്ലാവരും ഡാൻസും പാട്ടും ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ അതൊന്നും അയ്യൂല്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഒക്കെ കാട്ടുന്നത് ഇങ്ങനെ കാണാനല്ലാതെ ഒരു കാടുമില്ല. എന്തപ്പോൾ കട വദ്ദാവും. അപ്പം ഞാനും ചെയ്യണ്ടേ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. എൻ്റെ താത്തീൻ്റെ ഇട്ടാ എൻ്റെ ദീദിയും ഒക്കെ ഉണ്ട്. ഓടിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ഭയങ്കര കളി. ഇക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ഇക്കാണെങ്കിൽ ഇതിക്ക് എങ്ങാനും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, അപ്പോഴാണ് ഉമ്മച്ചി ആ സാധനം ഇട്ടത്. ഞങ്ങളോട് പറഞ്ഞില്ല ഇത് എന്താണെന്ന് ചെറിയില്ലാന്ന്. ഇതെന്താണെന്നറിയോ, സ്വിമ്മിങ് ഷൂട്ടാണത്ര. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയായി. ഇതൊക്കെ ഇട്ടിട്ട് എന്നെ വെള്ളത്തിൽ ഇറക്കുമോ പച്ചോന് കടിയ ഇടയ്ക്കൊന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഇപ്പച്ചി പിച്ചിനെ വെള്ളത്തിക്കാക്കിട്ടോ. അയ്യോ എന്ത് സുഖാണെന്നയ്യോ. എൻ്റെ കാലുമ്പോഴൊക്കെ ഫുള്ള് വെള്ളം ഇങ്ങോട്ടായി. അയ്യോ എന്താ അടിപൊളിയാണെന്നറിയോ. ഞാനിങ്ങനെ പടുക്കെ കാലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിട്ടോ, കൈയൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി. പിന്നൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നൊക്കെ കേടാണേ തോന്നുന്നില്ല. ഞാനിങ്ങനെ കുടി കളിച്ചോണോന്നൊക്കെ വിചാരിച്ച്. പക്ഷേ കൊച്ചു കളിച്ചപ്പോഴത്തേന് ഇമ്മച്ചും ഉപ്പച്ചൊക്കെ കൂടി എന്നെ കയറ്റി. എന്നാലുള്ള സമയം ഞാൻ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ കണ്ട മനസ്സിലാവും. ഇപ്പച്ചിയുടെ മോട്ടൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഇലക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇലകണ്. അപ്പോഴൊക്കെ മനസ്സിലായത് വെള്ളമൊക്കെ ഇലക്കുന്ന ചാടനാണെന്ന്. അപ്പോൾ ഫേഷൊക്കെ വെറുതെ കൂടെ നേരത്തിൽ കളിച്ചത്. പിന്നെ ഇപ്പം ചീയോട് ഡിങ്ങെത്തിട്ട് എന്നെ എന്തായാലും ഉള്ളിലൊന്നാക്കി. അപ്പോഴൊക്കെ നല്ല സന്തോഷമായി. എന്തായാലും കൊച്ചിനേരെ കളിച്ച സമ്മതിച്ചുള്ളൂ. എന്നാലും വേണ്ടില്ല, ഞാൻ എങ്ങിയല്ലോ ഈ മടി. പിന്നെ അത്തിരി ആയപ്പോൾ ഇത് ചിക്കനൊക്കെ ചൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ എന്നൊങ്ങി. രാവിലെ ആയപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി. നല്ല ഇങ്ങനെ വീശി അച്ഛന് ചായയൊക്കെ ഉണ്ടാക്കി ആൻറ്റിമാർ. അത് ഇമ്മച്ചൊക്കെ കൊച്ചിച്ച് തന്നില്ല. പിന്നെ ഞങ്ങൾ കൊച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോണു. ഉച്ച ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇനി പോടാനുള്ള സമയമായി. അപ്പോഴാണ് പുതിയ ഇഷൊക്കെ ഇട്ട് ഞാനിങ്ങോട്ട് പോണു. ഞാനും ദീദി ഉപ്പച്ചും ഉമ്മച്ചും ബാക്കി ആൻറ്റും അങ്കിളും പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരും പോയി. ഞാനവിടുന്ന് കൂടി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ നോക്കി നല്ല സൂപ്പർ ഷാലല്ലേ. ഞാനിങ്ങനെ വെള്ളത്തിൽ കളിച്ചിട്ട് ഫോട്ടോ, പിന്നെ ഞാൻ ആ സ്വിമ്മിങ് സൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇന്നിട്ട് നല്ല ഫോട്ടോ ഒക്കെ ഇട്ട്. അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിരുന്നു. നിങ്ങൾ പോയി നോക്കണം. Okay, bye.